നമ്മുടെ ഇവിടെ ചക്കയൊക്കെ തീർന്നു തുടങ്ങിയേ. ഇന്നലെ പപ്പ ഒരു ചക്കമുറി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. സാധാരണ ചക്ക വെട്ടണതും മുറിക്കണതും നന്നാക്കി എടുക്കാനൊക്കെ മമ്മി ഉണ്ടാവും കൂട്ടത്തിൽ. പക്ഷെ ഞാനിന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം അമ്മയുടെ ഒരു പുതിയ പാൻ പൊടിയൊക്കെ പിടിച്ച് തട്ടുമ്പോക്കത്ത് അമ്മ ഇങ്ങനെ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അറിയാണ്ട് ഞാനത് എടുത്തിട്ടുണ്ട്. അതിനകത്താണ് ഞാൻ ഇന്നിത് വറുത്തെടുക്കാൻ പോണത്. അമ്മ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അത് കാരണം പെട്ടെന്ന് തന്നെ ഞാൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പരിപാടിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് പാൻ കഴുകി അതുപോലെ തന്നെ എടുത്ത് വെക്കണം. അതാണ് കേട്ടോ എൻ്റെ പ്ലാൻ. ഇപ്പം ഈ ചക്കയിലാണെങ്കിൽ നിറച്ച് മുളഞ്ഞീനാണേ. അത് തന്നെയല്ല ഇതിനകത്ത് ചുളയും കുറവാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഈ വിഷമം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചുളയുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. നല്ല വലിയ ചുള. ഈ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു, നല്ല വലിപ്പമുണ്ട്. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോഴും നല്ല ടേസ്റ്റുള്ള ചുളയാണേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്കയൊക്കെ തീർന്നോ, നിങ്ങൾ വറുത്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ചക്ക വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നേ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത്. ഞാൻ നോക്കിയിട്ട് ആകെ 5-6 ചുളയേ ഉള്ളൂ. ഉണ്ടോ? അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, അത് പഴുത്തു തുടങ്ങി. പിന്നെ ഞാൻ ചുമ്മാ കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചവണിക്ക് നല്ല മധുരമുണ്ട് കേട്ടോ. ഇതുണ്ടോ? നല്ല വെള്ളി. അപ്പം നമുക്ക് ഇത് വറുത്തെടുക്കാം. വെറൈറ്റി അല്ലേ? ഇപ്പം ഉണ്ടാക്കിയ പ്ലാനാ. നിങ്ങളൊക്കെ പോരെ. ചക്ക അല്ലെങ്കിൽ ചക്കയുടെ ചവണി എന്തെങ്കിലുമൊക്കെ വറുത്ത് തിന്നാൽ മതി. നല്ലതായിരിക്കൂലേ? ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ചക്കയുടെ ചവണിയൊക്കെ തിന്നാൻ പോണത്. സാധാരണ ഇവിടെ പശുവിനാണ് ചവണിയൊക്കെ കൊടുക്കണത്. കാരണം ചക്ക വെട്ടി കഴിയുമ്പോൾ തന്നെ അതുങ്ങൾക്ക് മണം അടിക്കും, അവർ കിടന്ന് കഴിഞ്ഞിട്ട് കരയും. ഇപ്പം തന്നെ ആ ചക്കയുടെ ആ ബാക്കി വന്ന മടലൊക്കെ ഉണ്ടല്ലോ, ഞാൻ പശുവിന് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ടാണ് വന്നേക്കണത്. കാരണം അതുങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, കരച്ചിൽ തുടങ്ങും. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഈ ചട്ടി ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ ഞാൻ തട്ടുംപൊക്കത്ത് എടുത്തത്. നല്ല അടിപൊളി പാനാണ്. സ്റ്റിക്കറൊക്കെ ഞാൻ തന്നെയാണ് പറിച്ചെടുത്തത്. അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇനി വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഏത് പാനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവരുതല്ലോ. 2-3 ഉൾപ്പുണ്ട്, അതിനകത്ത് ഒരെണ്ണമാണ് ഇത്. അപ്പോൾ ഞാൻ ചവണിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അമ്മ അറിയാണ്ട് അമ്മയുടെ കറിവേപ്പിൽ നിന്ന് നല്ല 2 കതിരും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വറുത്തെടുക്കണത്. ഒരു രസമൊക്കെ ഉണ്ടാവണമല്ലോ, ഒരു ചെറിയൊരു ഫ്ലേവറൊക്കെ. പിന്നെ ഞാൻ മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതാണോ?